ഉരുൾപൊട്ടിയ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ പ്രദേശത്ത് നിന്നാണ് വലിയ പാറക്കല്ലുകളായി പാറക്കല്ലുകളുടെ രൂപത്തിൽ ജലം ഇരച്ചെത്തി 291 ജീവനുകൾ കവർന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ ബെയിലി പാലത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. സാധാരണക്കാരനും സൈന്യവും ചേർന്ന് തയ്യാറാക്കിയ ബെയിലി പാലം രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ബെയിലി പാലം, ആ പാലം ഇനി ഒരു സാധാരണ പാലം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പാലം അവിടെ നിർമ്മിക്കും വരെ ആ നാട്ടിലെ ആളുകൾക്ക് പോലും ആ പാലം, ബെയിലി പാലം ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ അല്ലേ അരുൺ? തീർച്ചയായിട്ടും ബെയിലി പാലം സ്ഥിരം ഒരു പാലം അവിടെ വരുന്നതുവരെ അത് അവിടെ ഉണ്ടാകും. നമ്മളിപ്പോൾ ഉള്ളത് ഈ പ്രദേശത്തേക്കുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അവിടേക്ക് നമുക്ക് കാണാം ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ആ രീതിയിൽ കാണേണ്ട ഒരു സ്ഥലമല്ല, വളരെ മനോഹരമായ ഒരു പ്രദേശം. എത്രത്തോളം എന്തുകൊണ്ട് ഈ പ്രദേശത്തേക്ക് സഞ്ചാരികളടക്കം വന്നുപോയി എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ അടുത്ത് എത്തുന്നത് അതിന്റെ ഏറ്റവും ഭയാനകമായ ഒരു കാഴ്ചയിലേക്കാകും. ഈ വളരെ മനോഹരമായ ഇപ്പോഴും ഈ കോട പുതച്ച് കിടക്കുന്ന ഈ പ്രദേശത്ത് നമുക്ക് ഉരുൾ വന്ന വഴി കൃത്യമായി കാണാനാകുന്ന ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ അത് പുഞ്ചിരി മറ്റും ഭാഗമാകാം. അവിടെ നിന്ന് ഒലിച്ചു വന്ന, അവിടെ ഇപ്പോഴും ആ വെള്ളം അവിടെ ഒലിച്ചു വരുന്ന ക്യാമറയിൽ പാലൻപാലോട് അവിടേക്ക് കൂടുതൽ ക്യാമറ സൂം ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഉരുൾ പൊട്ടി ഒലിച്ചു വന്ന തുടങ്ങിയ ഒരു പ്രദേശം, ആ മലയുടെ ആ മുകൾ ഭാഗത്തുനിന്ന് ആണ് ഉരുൾ വന്നത്. ആ ഉരുൾ വന്ന ദുരന്തം വന്ന വഴിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. മനോഹരമായ ഈ ഭൂപ്രദേശത്തിന്റെ മറ്റൊരു മുഖം, ഒരു ഭീകരമായ മുഖം, ഭീതിതമായ മുഖമാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. അത്രയധികം ഭാഗം ഒരു അരുവി എന്ന പോലെ, ആ അരുവി ഒഴുകുന്ന വഴി പോലെ അവിടെ ഒരു ഒഴുകി വന്ന് ആ ഭാഗത്തുനിന്ന് പൊട്ടി ഒലിച്ചതാണ് താഴേക്ക്. ഇത്രയധികം ദുരന്തം കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിലൊന്നാക്കി ഇതിനെ മാറ്റിയത് ആ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് ഒന്നുകൂടി പാറയുടെ ക്യാമറ അവിടേക്ക് ഒന്നുകൂടി സൂം ചെയ്യും. അവിടെ ഇപ്പോഴും വെള്ളം ഒഴുകുന്ന വഴി, ആ ഒരു പാത കാണാം. അവിടെ ഇപ്പോഴും ആ പൊട്ടി അടർന്നു മാറിയതിന്റെ, ഈ മല പ്രദേശം അത് അടർന്നു മാറിയതിന്റെ, ഉരുൾ പൊട്ടി ഒലിച്ചു കുത്തി ഒലിച്ചു വന്ന ആ വഴി നമുക്ക് കാണാനാകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു തെളിഞ്ഞ കാലാവസ്ഥയിൽ ആ ഭാഗത്തേക്ക് നമുക്ക് ഇപ്പോൾ കാണാനാകുന്നതാണ്. അവിടെ നിന്ന് തുടങ്ങിയ കുത്തൊലിപ്പാണ്. അവിടെ നിന്നാണ് കൂറ്റൻ പാറക്കഷ്ണങ്ങൾ, ഈ ഒരു പുഴയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തരത്തിലുള്ള പാറക്കഷ്ണങ്ങൾ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കാണുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം. അരുൺ പറഞ്ഞതുപോലെ തന്നെ അത്ര മനോഹരമായൊരു നാടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന നാടായി വയനാട് മാറുന്നു എന്നതിന് ഒറ്റുത്തരം ആ ദൃശ്യഭംഗി തന്നെയാണ്. ഇവിടേക്ക് ആളുകൾ, വിദേശികൾ അടക്കം ഒഴുകിയെത്തുന്നു. പക്ഷേ ഇത്രമാത്രം ഭംഗിയുള്ള നാടാണിപ്പോൾ മണ്ണും കല്ലും മാത്രമായി അവശേഷിക്കുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ തുടരാം. അത് തന്നെയാണ്, ആ ഭാഗം അത്രയധികം മനോഹരമാണ്. ഒരു വശമെങ്കിൽ ആ പൊട്ടി ഒലിച്ചു വന്ന ഉരുൾ വന്ന വഴിയാണ് നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത്രയധികം ശക്തിയിൽ അവിടെ നിന്ന് ഉരുൾ പൊട്ടിയിരിക്കുന്നു. അത്രയധികം ശക്തിയിൽ ആ ഭാഗം, മലയുടെ ഭാഗം വിണ്ട് കീറി ഉരുൾ പൊട്ടി ഒലിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. എത്രയധികം ശക്തിയോടെ ആയിരിക്കണം അവിടെ നിന്ന് ഈ മലവെള്ള പാച്ചിലുണ്ടായത്, എത്രയധികം ശക്തിയോടെ ആയിരിക്കണം അവിടെ നിന്ന് ഇങ്ങനെ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഒരു മലയുടെ ഒരു ഭാഗം തന്നെ അടർന്ന് മാറി ഇവിടേക്ക് പതിച്ചത്. ആ ദുരന്ത കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഏതായാലും ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ JCB മറ്റ് ഹിറ്റാച്ചി പോലുള്ള യന്ത്ര ഭാഗങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ കുറെ ഇവിടെ എത്തിച്ചതാണ്. ഇപ്പോൾ കൂടുതൽ JCB മറ്റും ഇവിടേക്ക് എത്തിക്കുന്നു. സേനാ വിഭാഗങ്ങൾ ഇതുവഴി അവിടേക്ക് പോകുന്നു, രക്ഷാദൌത്യത്തിനായി പോകുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാഹനങ്ങളിലും മറ്റു വാഹനങ്ങളും ഈ ബെയിലി പാലം എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു ഈ ഒരു രക്ഷാദൌത്യത്തിന് തെളിയിക്കുന്നതാണ്. ഇത്ര വേഗത്തിൽ നിരവധി യന്ത്രഭാഗങ്ങൾ, നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടുന്നു. ഈ പാലം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഒന്നുകൂടി കുറഞ്ഞേനെ. പാലം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയേനെ. ഏതായാലും നമ്മൾ ഉദ്യോഗസ്ഥർ പോകുന്ന ഭാഗത്തേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് കരുതുന്നു. അവിടെ കൃത്യമായ പരിശോധനകൾ ഉണ്ടാകും.
അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ആ നാട് എത്രമാത്രം സുന്ദരമായിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മളോട് പറയാതെ തന്നെ പറയുന്നുണ്ട്. ആ സ്ഥലത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ദുരന്തം വിതച്ച ആ ഭൂമിയും. അരുൺ എന്തായാലും അവിടെ സംഘത്തിനൊപ്പം പോകുന്നുണ്ട്. വളരെ